ഹിമകുന്ദമൃണാളാഭം ദൈത്യാനാം പരമം ഗുരും സർവശാസ്ത്രപ്രവക്താരം ഭാർഗവം പ്രണമാമ്യഹം. എല്ലാ ശാസ്ത്രങ്ങളിലും പ്രവീണനായ സമർത്ഥനായ ശുക്രനെ, ഭാർഗവനെ, ഭൃഗുപുത്രനെ ഞാൻ നമസ്കരിക്കുന്നു. നവഗ്രഹ സ്തോത്രത്തിൽ ശുക്രൻ്റെ പ്രാർത്ഥനാ ഗീതമാകുന്നു. ശുക്രൻ അസുരാചാര്യനാണ്. ശുക്രൻ സകല കലകളുടെയും ആചാര്യനാണ്. ശുക്രനെ കൊണ്ടാണ് നാം തൗരത്രികം, സംഗീതം, നൃത്തോപകരണങ്ങൾ, നൃത്തം ഇതൊക്കെ ചിന്തിക്കുക. ശുക്രനൊരു ജാതകത്തിൽ നല്ല സ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ അഭിനേതാവാകാം, നല്ല ഗായകനാകാം, നല്ല പ്രണയിയാകാം. ഭൗതിക സുഖങ്ങളൊക്കെ തന്നെ ശുക്രൻ്റെ ധർമ്മമാകുന്നു. പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു ചാരവശാൽ ശുക്രൻ തൻ്റെ സ്വന്തം ക്ഷേത്രമായ ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എപ്പോഴാണ് പ്രവേശിക്കുന്നത്? എന്താണ് ശുക്രൻ്റെ മിഥുനൻ രാശിയിലെ ശുഭാശുഭ ഫലമെന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത്. ശുക്രൻ്റെ ആശ്രയബലം മിഥുനരാശിയിൽ പറഞ്ഞിരിക്കുന്നത് വരാഹമിഹിര ആചാര്യൻ നൃപകൃത്യകരഃ അർത്ഥവാൻ കലാവിത് മിഥുനെ എന്നാണ്. നൃപകൃത്യകരഃ, നൃപസ്യ കൃത്യം കരോതി ഇത് നൃപകൃത്യകരഃ. രാജാവിൻ്റെ കർമ്മം ചെയ്യുക, വലിയ അധികാരികളുടെ, വലിയ മുതലാളിയുടെ കർമ്മങ്ങളൊക്കെ ചെയ്തു തീർക്കുക. കലാവിത്, കലയിലുള്ള ജ്ഞാനം. അർത്ഥവാൻ, ധനപരമായ അഭിവൃദ്ധി ഉണ്ടാവും. നല്ലൊരു ഫലമാണ് മിഥുനത്തിലെ ശുക്രന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ശുക്രൻ മിഥുനത്തിൽ വന്നു, ബുധൻ ഇടവത്തിലും വന്നു. ഇവിടെ രണ്ട് ഗ്രഹങ്ങളും പരസ്പരം ക്ഷേത്രം മാറി നിൽക്കുന്നു. ഒരു പരിവർത്തന രാജയോഗമുള്ള സമയമാണ്. ശുക്രൻ കേവലം നിൽക്കുന്നത് 25 ദിവസം മാത്രമാണ് മിഥുനൻ രാശി. 2026 മെയ് 14 ശുക്രൻ മിഥുനത്തിലേക്ക് പ്രവേശിക്കുന്നത്. അവിടെ നിന്ന് 25 ദിനങ്ങൾ, ജൂൺ മാസം 10 വരെ ശുക്രൻ സർവശക്തനായി മിഥുനൻ രാശിയിലുണ്ട്. ഞാൻ പറഞ്ഞു ശുക്രനാണ് ഭൗതിക സുഖം. ഇതേ ശുക്രൻ തന്നെ വാങ്ങലും കൊടുക്കലും വ്യാപാരവും കച്ചവടവും ഒക്കെ നാം ചിന്തിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഈ ശുക്രൻ്റെ ചാരവശാലുള്ള ഫലത്തെ പറ്റിയുള്ള നമ്മുടെ ഈ വീഡിയോ ഉപകാരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുക്രൻ എവിടെ നിൽക്കുന്നു? മിഥുനൻ രാശിയിൽ നിൽക്കുന്നു. കന്യരാശിക്കാരെ സംബന്ധിച്ചോളം ശുക്രൻ 2 ഭാവങ്ങളുടെ അധിപനാണ്. ഒന്നവരുടെ ഭാഗ്യാധിപനാണ്, മറ്റൊന്നവരുടെ ധനമാണ്, കുടുംബമാണ്. ശുക്രൻ നിൽക്കുന്നത് നല്ല സ്ഥാനത്താണ്. സൗമ്യ പദ്ധതി മണ്ഡപ അമരഗൃഹാദി ഉൽപാദനം കർമ്മണാം ആജ്ഞാലംബനയോശ്ച സിദ്ധി ദാസാവാപ്തി കീർത്തി ഉദ്ഗമാഹ. ദാസന്മാരുടെ ആപ്തി ഉണ്ടാവുക, നല്ല വേലക്കാരെ ലഭിക്കുക, നല്ല നല്ല പൊസിഷനിൽ നിൽക്കുന്നവർക്കൊക്കെ ഏറ്റവും ഉത്തമമായ സഹായിയെ, ഭൃത്യനെ, വേലക്കാരനെ അല്ലെങ്കിൽ എല്ലാം ചെയ്യുന്ന നല്ല സപ്പോർട്ട്സിനെ ലഭിക്കുന്ന സമയമാണ്. പദ്ധതി മണ്ഡപ അമരഗൃഹാദി ഉൽപാദനം. ഇപ്പോൾ പലപ്പോഴും ധർമ്മദൈവ സംബന്ധമായ അവിടുത്തെ ചിട്ടകളൊക്കെ നടക്കുന്ന സമയമാകാം. അവിടെയൊക്കെ തനിക്കാവുന്ന രീതിയിൽ സഹായിക്കുക. അതിലൂടെ തനിക്ക് വളരെയധികം ധർമ്മദൈവങ്ങളുടെ അനുഗ്രഹം ലഭിക്കും. കാരണം ശുക്രൻ നോക്കുന്നത് ഭാഗ്യാധിപനായി 4ാം ഭാവത്തിലേക്കാണ്. അവിടെ വ്യാഴത്തോടു കൂടി ശുക്രൻ നിൽക്കുന്നു. അതിനാൽ ധർമ്മദൈവ പ്രീതി, അമ്പലത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അതിൻ്റെ ഒരു ഭാഗമാവുക. അവിടെ ഭാഗവത പാരായണമുണ്ടാകാം, സപ്താഹമുണ്ടാകാം. അവിടെ അന്നദാനം ചെയ്ത് ആ മഹനീയമായ ആ മുഹൂർത്തങ്ങളെ ധന്യമാക്കണം കന്യരാശിക്കാർ. വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യപ്പെടും ഈ ശുക്രൻ്റെ മാറ്റം. ഭാഗ്യാധിപനാണ്, നല്ല ഭാഗ്യത്തെ പ്രദാനം ചെയ്യും. കർമ്മ മേഖലയിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകും, ധനപരമായ അഭിവൃദ്ധി ഉണ്ടാകാം. ഈ സമയത്ത് എഴുത്തുകാർക്ക്, ചലച്ചിത്ര താരങ്ങൾക്ക് അല്ലെങ്കിൽ സീരിയൽ താരങ്ങൾക്കൊക്കെ തന്നെ നല്ല കർമ്മ മേഖലയിൽ ധനം ലഭിക്കുക, അവാർഡുകൾ ലഭിക്കുക, പുരസ്കാരങ്ങൾ ലഭിക്കുന്ന സമയമാണെന്നറിയുക. വളരെ അനുകൂലമാണ്. കന്യരാശി എന്നാൽ നിങ്ങൾക്കറിയാം, ഉത്ര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, അത്തം ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹം. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കണം, നല്ല കർമ്മ മേഖലയൊക്കെ നന്നായി വരും, ധനലാഭം ഉണ്ടാകും. പക്ഷേ തൻ്റെ ആഡംബരത്തിന് വേണ്ടി, തൻ്റെ പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടി കാശ് ഇറക്കി സമൂഹത്തിനെ കാണിക്കാൻ വേണ്ടി, ഞാൻ നല്ല ആളാണെന്ന് കാണിക്കാൻ വേണ്ടി ചെയ്താൽ അതൊക്കെ തീരാ നഷ്ടത്തിലാകും, ബുദ്ധിമുട്ടിലാകും. തൻ്റെ ഉള്ള ധനം കൊണ്ട് മാത്രം കളിക്കണം. ചമത്കാരി ചിന്താമണി വളരെ സത്യസന്ധമായൊരു ജ്യോതിഷ പുസ്തകമാണ്. അതിൽ പ്രത്യേകിച്ച് പറഞ്ഞിരിക്കുന്നു, ഭൃഗോകർമ്മകേ ഗോത്രവീര്യം രുണദ്ധി. 10 ശുക്രൻ തൻ്റെ ഗോത്രത്തിന് നാശമുണ്ടാക്കും. എന്താണ് കാരണം? ക്ഷയാർത്ഥം ഭ്രമക്കുന്ന ആത്മീയേവ. ക്ഷയിച്ചു പോകും തൻ്റെ ആത്മീയമായ ഭ്രമം. അനാവശ്യമായ പൊങ്ങച്ചങ്ങളൊക്കെ കാണിച്ച്
അല്ലെങ്കിൽ ഭാര്യ പറഞ്ഞ് നമുക്ക് അത് വേണം ഇത് വേണം, അനാവശ്യമായൊക്കെ വാരിക്കൂട്ടുക, എന്നിട്ട് ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ലോൺ എടുക്കുക, ഈ രീതിയിലെ ബുദ്ധിമുട്ടുകളാൽ കഷ്ടപ്പെടും. കന്നിരാശിക്കാർ ശ്രദ്ധിക്കണം. തുലാമാനതോ ഹാടകം വിപ്രവൃത്യ ജന ആഡംബരഹി പ്രത്യഹംബ വിവാദം. വലിയ കാശിലൂടെ മധ്യസ്ഥത പറഞ്ഞ് ധാരാളം കാശുണ്ടാക്കും. തുലാക്കണക്കിന് സ്വർണ്ണമുണ്ടാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പലപ്പോഴും തനിക്ക് നഷ്ടപ്പെടുന്ന സ്വർണ്ണമൊക്കെ ഈ ഡൈവേഴ്സ് കേസിലൊക്കെ തിരിച്ചിടുന്ന സമയം. ഡൈവേഴ്സ് കേസ് എന്ന വക്കീലന്മാർക്ക് ധാരാളം മധ്യസ്ഥരായി നിന്ന് ധാരാളം കാശ് വാങ്ങും. വിവാഹം നടക്കുവാൻ വളരെ അനുകൂലമായ സമയമാണ്. അതിനുവേണ്ട എല്ലാ സംവിധാനവും ഈ ശുക്രൻ തരും. ഗണപതിക്ക് വെള്ളിയാഴ്ചകളിൽ നാളികേരം അടിക്കുക. പ്രിയമുള്ള പ്രേക്ഷകർ, നന്നായി ധർമ്മദൈവ പ്രീതി നടത്തുക, അവിടെ പ്രാർത്ഥനകൾ ചെയ്യുക. നന്ദി, നമസ്തേ.